ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ വിഷു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഞാനും അച്ചായും കൂടി തുറവൂർ പോയിട്ട് കുറച്ച് പടക്കമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ കമ്പിത്തിരി, മത്താപ്പും പിന്നെ ചക്രവും അങ്ങനെ കുറേ ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞത് കണി വെക്കാനുള്ള ഐറ്റംസും കൂടി മേടിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും കണിയിൽ വെക്കണ വെജിറ്റബിൾസ് അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ച് ഇറങ്ങി. നമ്മൾ കണി വെക്കാനുള്ള ഐറ്റംസ് എല്ലാം മേടിച്ച് പടക്കമൊക്കെ മേടിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണേണ് ഈ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറേ ഐറ്റംസൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഗുണ്ടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ക്രാക്കേഴ്സൊക്കെ പൊട്ടിച്ച് അമ്മച്ചിയുടെ കണി വെക്കാളെല്ലാം റെഡിയാക്കി വെച്ച്. അപ്പോൾ വെളുപ്പിനെ ആയപ്പോൾ അമ്മച്ചിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അങ്ങനെ നമ്മൾ കണിയൊക്കെ കണ്ടു ഐശ്വര്യമായിട്ട്. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അമ്മച്ചിയുടെ വിഷുക്കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ്. പിന്നെ ഞാനും അമ്മച്ചിയും കൂടി അച്ചായി ഉണ്ടായിരുന്നു, ഞങ്ങൾ അമ്പലത്തിൽ പോയി, ഇവിടെ അടുത്തുള്ള ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി. അവിടെയാണെങ്കിൽ നല്ല തിരക്കായിരുന്നു, കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മൾ കയറി തൊഴുതത്. എന്നിട്ട് വീട്ടിൽ വന്നതിനിപ്പോൾ അമ്മച്ചിയൊക്കെ ഇവിടെ വിഷുക്കഞ്ഞി കുടിക്കുകയാണ്. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് കുടിച്ചില്ല. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പി കുറച്ച് നേരം വെക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ട് അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നതിനിപ്പോൾ കസിൻസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ മാമൻ ഇങ്ങനെ ടെറസിൻ്റെ പൊക്കത്ത് മുന്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഓടിച്ചെന്നു. പൊക്കത്ത് ചെന്നപ്പോഴത്തേനും ആണെങ്കിൽ മഴക്കാറും ഒക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നല്ലപോലെ കാറ്റ് വീശിയപ്പോൾ ഞങ്ങൾ താഴത്തോട്ട് പോന്നു. പിന്നെ ചിറ്റയും ചിറ്റപ്പനും മാമനും ആൻറ്റി പിള്ളേർ അങ്ങനെ അമ്മച്ചി എല്ലാവരും കൂടി ഞങ്ങളുടെ വർത്താനം പറഞ്ഞ് അവർ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആൻറ്റി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വിഷു സ്പെഷ്യൽ.